ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ആദർശ് അങ്ങോട്ട് കൊടുക്കുകയാണ്. വേണ്ടുവോളം അനാമികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അനാമികയ്ക്ക് മാത്രമല്ല, ജലജയ്ക്കും ജാനകിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇത് കേട്ടുകൊണ്ടുവന്ന മുത്തശ്ശനും മുത്തശ്ശിയും ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. നമ്മുടെ അനാമിക നയനയെ തള്ളി വിട്ടിട്ടാണ് വന്നതെന്ന്. സഹിക്കുവോ? ഒരിക്കലും സഹിക്കില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയാണ്, അങ്ങനെ തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണൂല്ലോ. നയനമോളെ തള്ളി വിട്ടത് കൊണ്ടല്ലേ നിനക്ക് ഇപ്പൊ മുഖത്തിൽ പാട് വീണേക്കണത്. അത് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. നന്ദു ചെയ്തത് നല്ല കാര്യം തന്നെയാ. അവളുടെ ചേച്ചീനെ തല്ലിക്കൊണ്ട് നിന്നത് അവള് നോക്കി നിൽക്കുവോ? ഒരിക്കലും ഒരു സഹോദരിമാരും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് നിന്റെ കയ്യിലിരിപ്പും ഈ വായി കിടക്കണ നാക്കൊക്കെ അടക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്തിനാ വെറുതെ നീ അനിയുടെ പുറകെ പോയത്? അനി അങ്ങോട്ടേക്ക് പോയത് പറഞ്ഞല്ലോ, അത് നയനയെ കാണാനാണെന്ന്. അപ്പൊ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ അനാമിക ചോദിക്കുക, എന്തിനവളെ പോയി കാണണം? അവളെ പോയി കാണേണ്ട എന്ത് കാര്യമുള്ളത്? ഞാനൊന്ന് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അനി എന്നെ പുറത്തു കൊണ്ടുപോകുന്നില്ലല്ലോ. അത് മോളെ നിന്റെ കയ്യിലിരിപ്പം കൊണ്ടായിരിക്കും മോളെ നിന്നെ പുറത്തു കൊണ്ടുപോകാത്തത്. സാധാരണ ഇവിടെയുള്ള ആണുങ്ങളെല്ലാവരും ഭാര്യമാരോട് സ്നേഹവും ബഹുമാനവും അതനുസരിച്ചുള്ള ആദരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ കുടുംബം പണ്ട് മുതലേ പോയിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയിൽ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നത് അത് ആദർശിന്റെയും നയനയുടെയും ഇടയിലായിരുന്നു. അത് പിന്നെ അഭിയുടെയും നവ്യയുടെയും ഇടയിലായി. അല്ലാതെ ഇതുവരെ ഈ കുടുംബത്തില് കേറി വന്ന ഒരു പെൺകുട്ടികൾക്കും ഒരു സ്നേഹക്കുറവും ഭർത്താക്കന്മാര് കൊടുത്തിട്ടില്ല. പിന്നെ ആദർശിന്റെ തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ആദർശ് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് നയനെ. അത് അവന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും അവൻ സ്നേഹിക്കുന്നുണ്ട്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്. പിന്നെ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നീ തന്നെയാണ്. നിന്റെ ഈ ധിക്കാര സംസാരം, നീ മുതിർന്നവരെ വകവെക്കാറുണ്ടോ? മുതിർന്നവരെ നീ ബഹുമാനിക്കാറുണ്ടോ? അതൊക്കെ നിന്റെ പ്രായത്തിന്റെയും പക്വതക്കുറവിന്റെയും ഒക്കെയാണെന്ന് ഞങ്ങള് ഓർത്തിരുന്നു. പക്ഷെ അതൊന്നുമല്ല, നിനക്ക് അഹങ്കാരം. അതുകൊണ്ട് തന്നെ നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ തെറ്റിന് നീ മാപ്പ് ചോദിക്കുക ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിന്റെ ഈ സ്വഭാവം മാറ്റുക ചെയ്യേണ്ടത് എന്ന് അനന്തമൂർത്തി പറഞ്ഞപ്പോ എന്റെ സ്വഭാവം മാറ്റാനോ? എന്താ മുത്തച്ഛന് എന്റെ സ്വഭാവം മാറ്റാൻ പറയുന്നത്? അപ്പൊ ഞാന് എന്റെ സ്വഭാവം മാറ്റി നയനെ പോലെ ആകണോ? അങ്ങനെ ആകാൻ എനിക്ക് പറ്റില്ല. എന്റെ അമ്മായിയമ്മയും എന്റെ വല്യമ്മയും ഈ നിൽക്കുന്ന അപ്പച്ചി സഹിതം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ സ്വഭാവം കണ്ടിട്ടാ. നയനയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് അവളുടെ സ്വഭാവത്തിന്റെ ദോഷമാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അത് തന്നെയാ അനാമികയെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാതെ ഇപ്പൊ നന്ദുവിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വഭാവത്തിന്റെ ദോഷമാ. അല്ലാതെ അതൊരിക്കലും വേറെ ആരുടെയും തലയിൽ കൊണ്ട് കുറ്റം വെച്ചിട്ട് ഒരു കാര്യമില്ല. നീ അവനെ ബഹുമാനിക്കണം, നീ അവനെ ഭർത്താവായിട്ട് അംഗീകരിക്കണം. അല്ലാതെ കാണുന്നതെല്ലാം സംശയരോഗത്തിന്റെ പേരിൽ കുത്തി ഓരോ വാക്കുകൾ പറഞ്ഞ് നോവിക്കുമ്പോൾ തന്റെ ഭർത്താവ് തന്നെ വിട്ടിട്ട് ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയെന്നിരിക്കും. അത് നിന്റെ കഴിവുകേട്. ആ കഴിവുകേട് നീ ആദ്യം മാറ്റാൻ നോക്ക്. അല്ലാതെ എന്റെ ഭാര്യയുടെ മെക്കിട്ടങ്ങാണം കേറാൻ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇനി അവളുടെ ദേഹത്തങ്ങാണം തൊട്ടെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഈ ആദർശിന്റെ മുഖം അല്ലായിരിക്കും നീ കാണാൻ പോകുന്നത്. വേറൊരു ആദർശ് എന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ആദർശിനെ ആയിരിക്കും നീ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ഇതിൽ ഇത്രയും പറഞ്ഞിട്ട് ആദർശ് സഹി കെട്ടിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കാണ് മൂർത്തി മുത്തച്ഛനും പറഞ്ഞത്, അനാമികയെ നീ നിന്റെ സ്വഭാവം മാറ്റാൻ നോക്ക്. നിന്റെ ഈ സ്വഭാവം വെച്ചോണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് അത് ഭയങ്കരമായിട്ടും ഈ കുടുംബത്തിന് ദോഷം ചെയ്യും. ഈ കുടുംബത്തില് നിന്നെപ്പോലെ ഒരു പെൺകുട്ടി വന്ന് കയറേണ്ടതല്ലായിരുന്നു. നിന്റെ ഈ സ്വഭാവം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അനി സ്നേഹിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്വഭാവദോഷം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ അംഗീകരിച്ച് തരില്ല. എന്റെ സ്വഭാവം മാറ്റവും ഇല്ല ഞാൻ ആർക്ക് വേണ്ടി. ഈ സ്വഭാവമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാ അനാമിക തീരുമാനിച്ചിരിക്കുന്നത്. അതിനി ആരെയൊക്കെ അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ തുള്ളിച്ചാടി അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ദേവയാനിയുടെ അടുത്ത് ഞാൻ ഇച്ചിരി എരിവും നുണയും ഒക്കെ പറഞ്ഞാലല്ലേ നമ്മുടെ ജലജയ്ക്ക് ഒരു സമാധാനമുള്ളൂ. അങ്ങനെ ജലജ പറഞ്ഞു, എന്റെ ഈശ്വരന്മാരെ, 2 മരുമക്കള് കേറി ഈ വീട്ടിലേക്ക് വന്നു. എന്തൊക്കെ കാണേണ്ടി വരുന്നു. നമ്മുടെ മരുമക്കള് കാരണമല്ലേ
ഇപ്പം ഈ കാര്യമൊക്കെ നടക്കുന്നത് എന്റെ ഏടത്തിന്ന് ചോദിച്ചപ്പം അതെ, നമ്മുടെ മരുമക്കൾ കാരണം തന്നെയാ ഇപ്പൊ ഈ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ നടക്കുന്നത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. അനി വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് അവളെ കാണാൻ വേണ്ടി അവിടെ പോകുന്നത്. ഇപ്പൊ അനാമിക പറയുന്നത് പോലെ, അനാമിക സംശയിക്കുന്നത് പോലെ എനിക്കും തോന്നുക. ഇനിയിപ്പം അവളേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശം വല്ലതും കാണും അവന്. അതായിരിക്കോ ഇനി അവൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വസുന്ധര പറഞ്ഞു, ദേവയാനി, നീ ദൈവത്തിന് നിരക്കാത്തത് പറയരുത്. നിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ദൈവം നിനക്ക് പുതുജീവൻ തന്നിരിക്കുക. അത് ദൈവമല്ല നിനക്ക് തന്നിരിക്കുന്നത്, ആ പെൺകുട്ടീനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയൊക്കെ നീ ചെയ്യുന്നുണ്ടെങ്കിലേ നീ ഈ വാക്കുകളൊന്നും ഇനി ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. അത് നിനക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, നാവടക്കി പിടിച്ചോ. വായി തോന്നുന്നതൊക്കെ കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ജലജയ്, നീയും ഇപ്പൊ കേറി വന്ന മരുമകളും ഇപ്പൊ ജാനകിയും കൂടെ കൂടിയിട്ടുണ്ട്. എന്തിന്റെ കേടാന്ന് എനിക്കറിയില്ല. ഇതിന്റെയൊക്കെ ദോഷം ലാസ്റ്റ് നിങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. ജലജയ്, നിനക്കൊരു പേരക്കുട്ടി ഉണ്ടാകാൻ പോവല്ലേ, നീ അതിന്റെ കാര്യം നോക്കാൻ ശ്രമിക്കുക. ഒരു പേരക്കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് നിസ്സാര കേസൊന്നുമല്ല. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ തരിക എന്നൊക്കെ പറഞ്ഞാല് ആ കുഞ്ഞിനെ നീ കയ്യിലെടുത്ത് കളിപ്പിക്കാനുള്ളതാ, അല്ലാതെ ആ കുഞ്ഞിനെ ദ്രോഹിക്കല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് നീ ഇപ്പൊ നവ്യയുടെ കാര്യം ശ്രദ്ധിക്കാൻ നോക്കുക, അല്ലാതെ അനിയുടെയോ അനാമികയോടോ നയനോടെ കാര്യമൊന്നുമല്ല നീ നോക്കേണ്ടത് എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ വസന്തര അങ്ങ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞ ശേഷമാണ് അനാമിക ഇങ്ങനെ തുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ചെന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട. മോളുടെ മുഖത്ത് അവള് ആഞ്ഞടിച്ചല്ലേ, മോക്ക് നന്നായിട്ട് വേദനിച്ചല്ലേ? ഇല്ല വല്യമ്മേ, എന്റെ മുഖത്ത് ഈ ഒരു വേദനയല്ല എനിക്ക്, എന്റെ മനസ്സിലെ വേദനയുണ്ടല്ലോ, അതൊരിക്കലും ഞാൻ മറക്കില്ല. കാരണം ഞാൻ അനിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും അനി എന്നെ ഉപേക്ഷിച്ചിട്ട് അവളുടെ പുറകെ പോകുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. അതും മാത്രമല്ല, എല്ലാവരും അവളുടെ ചേച്ചി നയനെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്താണെന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാ ഇത്ര മാത്രം അവളെ പുകഴ്ത്താനായിട്ട് അവൾക്കുള്ളത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ദേവയാനി പറഞ്ഞു, അതൊക്കെ മോളുടെ വെറും തോന്നലാ. അവളുണ്ടല്ലോ എല്ലാവർക്കും കൈവേഷം കൊടുത്തിരിക്കുകയാന്നേ, അതുകൊണ്ട് തന്നെയാ അവളെ എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എത്ര നാൾ ഇങ്ങനെ പൊങ്ങി പോകുന്നത് നമുക്ക് കാണാം. ഏതായാലും ഇങ്ങോട്ടേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് അവക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അത് ഞാനാ വാക്ക് തരുന്നത്. പിന്നെ മോളുടെ ഈ വിഷമമൊക്കെ മാറാനായിട്ട് വല്യമ്മ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. മോക്ക് ഭയങ്കര വിഷമമല്ലായിരുന്നോ? നയനയ്ക്ക് മുത്തശ്ശനും സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിനേക്കാളും നല്ല വെറൈറ്റി പഴയ സ്വർണം തന്നെ ഈ വല്യമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മോക്കുള്ളതാ, മോളെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അനാമികനെയും സോപ്പിട്ടോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും ഇതിനു ശേഷം ഗോവിന്ദനും കനകദുർഗയും വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും വിവരങ്ങളെല്ലാം അറിയുകയാണ്. ഗോവിന്ദനും കനകദുർഗയും അങ്ങോട്ട് നന്ദുവിന്റെ മെക്കിട്ട് കയറുകയാണ് കേട്ടോ. അല്ലെങ്കിലും വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളാണല്ലോ തെറ്റുകാർ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് മാതാപിതാക്കൾ പറയും. ആ ഒരു ഉപദേശം തന്നെയാണ് കനകദുർഗ കൊടുക്കുന്നത്. നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, സ്നേഹിക്കരുത്, അവന്റെ പുറകെ നടക്കരുതെന്ന്. നീ വീണ്ടും എന്തിനാണ് അവന്റെ പുറകെ നടന്ന് അവനെ സ്നേഹിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ആര് സ്നേഹിച്ചു, എപ്പോ സ്നേഹിച്ചു? ഞാനിപ്പോ അതിന് അവന്റെ പുറകെ നടക്കൂ സ്നേഹിക്കൂ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നതല്ലേ, അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാ. പിന്നെ എന്റെ ചേച്ചീനെ തല്ലിക്കൊണ്ട് നിൽക്കുന്നതൊന്നും നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. വയ്യാത്ത എന്റെ ചേച്ചീനെ പിടിച്ചവള് തള്ളിയിട്ടു, അതൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്നിട്ട് എന്റെ ചേച്ചി പോയി ഇടിച്ച് വീണു. അത് പോരാഞ്ഞിട്ട് ഞാൻ അവളെ എന്താ ഇവിടെ കയറ്റി താലപ്പൊലിയിട്ട് സ്വീകരിച്ച് ഇവിടെ ഇരുത്തണം എന്നാണോ പറയുന്നത്? ഒരിക്കലും ഈ നന്ദുവിന് അതിന് കഴിയില്ല. നന്ദു പഴയ നന്ദു തന്നെയാ, പുതിയ നന്ദു ഒന്നും ആയിട്ടില്ല. ഞാൻ എന്റെ പഴയ ഒരു സ്വഭാവം വെളിയിലെടുക്കുകയാണെങ്കിൽ പണ്ടേ അവളെ ഞാനുണ്ടല്ലോ ഓടിച്ചേനെ. പക്ഷെ ഞാൻ എല്ലാം അടക്കി ജീവിക്കുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാ, അതൊന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ദേഷ്യപ്പെട്ടിട്ട് അകത്ത് കയറി പോയിട്ടോ. അപ്പൊ നയന പറഞ്ഞു നന്ദുവിനോടല്ല കനകദുർഗയോട് പറഞ്ഞു, വേണ്ടമ്മേ, എന്തിനാ വെറുതെ അവളെ വഴക്ക് പറയണത്? അവളുടെ ഭാഗത്ത് സത്യം പറഞ്ഞ ഒരു തെറ്റുമില്ല. ക്ഷമയുടെ നെല്ലിപ്പലക വരെ അവളെ ക്ഷമിച്ച് നിന്നതാ. പക്ഷേ ആ അനാമിക കാണിച്ചതൊക്കെ അതിക്രൂരമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വീണത്. അത് എന്നെ കുറിച്ചാണെങ്കിലും അമ്മയെ കുറിച്ചാണെങ്കിലും അച്ഛനെ കുറിച്ചാണെങ്കിലും വളരെ വൃത്തികെട്ട സംസാരമായിരുന്നു. അത് ഒരു പരിധിയിൽ കൂടുതൽ ആരും കേട്ടു നിൽക്കില്ല, പ്രത്യേകിച്ച് നമ്മുടെ നന്ദു. അതുകൊണ്ട് വെറുതെ അവളെ കുറ്റം പറയണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിച്ചുമാറ്റി വിടാണ്. ഇതേ സമയം വീണ്ടും നമ്മുടെ ആദർശം അടുത്ത് ചെന്നു കേട്ടോ, ദേവയാനിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശിനോട് പറഞ്ഞു, നീ എന്തിനാ വെറുതെ അനാമിക മോളെ കുറ്റപ്പെടുത്തിയത്? അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, നയനെ പിടിച്ചൊന്ന് തള്ളി എന്ന് പറഞ്ഞ എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? അവളെ പിടിച്ച് തള്ളി എന്ന് ഓർത്തിട്ടൊന്നും സംഭവിക്കാനില്ലല്ലോ. അതിന് ഇത്രമാത്രം ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ
ആ പെണ്ണ് എന്റെ അനാമിക മോളെ അടിച്ചത് അതല്ലേ അവക്ക് വിഷമായി പോയത്. സ്വന്തം ഭർത്താവിന്റെ മുമ്പിലിട്ട് തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്കും വിഷമം ഉണ്ടാകുന്ന കാര്യം തന്നെയാ. അത് ഭർത്താവ് ചോദിച്ചില്ല എന്ന് വരുമ്പോഴും വിഷമം ഉണ്ടാകും. ഇനിയിപ്പോ എന്തെങ്കിലും ആകട്ടെ, ഞാൻ നീ എന്ത് തിരുത്തി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നീ നയനയെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ദേവയാനിയുടെ അടുത്തൊന്നും കൂടുതൽ പറയണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും വീണ്ടും നമ്മുടെ ദേവയാനി ആവർത്തിച്ച് ചോദിക്കുന്നത്, അല്ല എനിക്ക് ഒരു കാര്യം മാത്രമേ മോനെ പറയാനുള്ളൂ. എനിക്കിപ്പം ഈ ലോകത്ത് വേറെ ആരോടും കടപ്പാടില്ല. ഇപ്പൊ നിന്നോട് പോലും എനിക്ക് ആ ഒരു സ്നേഹം തോന്നുന്നില്ല, കാരണം നിന്റെ പ്രവൃത്തി കാരണമാ. പക്ഷെ ഞാൻ സ്നേഹിക്കുന്നത്, എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത് എന്റെ ഈ കരള് പകുത്തു തന്ന ആ പെൺകുട്ടീനെ ഒരു നോക്ക് കാണാന് എനിക്കിപ്പം എണീറ്റ് നടക്കാനൊക്കെ സാധിക്കുമല്ലോ. ആ പെൺകുട്ടീനെ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കുവോ? ഞാൻ മരിക്കുന്നതിന് മുമ്പുള്ള എന്റെ ഒരു ആഗ്രഹം ഇത്, അത് നീ ഒന്ന് സാധിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആദർശനൊന്നും പറയാത്തില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. ആദർശം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടീനെ കാണിക്കുന്നതിന് എന്താണ് കുഴപ്പം, ആ പെൺകുട്ടീനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ കിഴിഞ്ഞ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇതൊക്കെ കൂട്ടിയിണക്കി ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ 7:00 ആകുമ്പോൾ നമ്മൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.